ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. ഒരു 12,000 രൂപയുടെ ഒരു നല്ലൊരു ഓപ്പോയുടെ ഫോൺ, ഓപ്പോയുടെ K13X എന്ന മോഡലാണ്. അത്യാവശ്യം നല്ല ഡ്യൂറബിൾ ആണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഫോൺ ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം K12X എന്നൊരു ഫോൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞത് ഓപ്പോ ഇറക്കിയതിൽ വെച്ച് അത്യാവശ്യം നല്ലൊരു വാല്യൂ ഫോർ മണി ഫോണായിരുന്നു എന്നാണ്. ഇപ്പോഴും അത് തന്നെ ആവർത്തിക്കുന്നുണ്ട്. ഈ ഒരു K13Xും ഒരു അത്യാവശ്യം നല്ലൊരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. അതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ എന്ന് മാത്രമേ ഉള്ളൂ. അതും ഈ ഒരു എക്സാക്റ്റ് പ്രൈസ് പോയിന്റ് തന്നെയായിരുന്നു ഉണ്ടായത്. പ്രൈസ് റേഞ്ച് വെച്ച് പറയുകയാണെങ്കിൽ 4GB 128GB വേരിയൻ്റാണ് ബേസ് മോഡലായിട്ട് വരുന്നത്. അതിൻ്റെ പ്രൈസാണ് 11,999 ആയിട്ടാണ് വരുന്നത്. ഹയർ വേരിയൻറ്റ് 6GBയും 8GB ഒക്കെ തന്നെ വരുന്നുണ്ട്. ടോപ്പ് മോഡലാണെങ്കിൽ 50K റേഞ്ച് വരുന്നുണ്ട്. മറ്റേ 6GB ആണെങ്കിൽ ഒരു 1000 രൂപ കൂടുതൽ കൊടുക്കേണ്ടി വരും. ഇതിൻ്റെ ഡിസൈൻ കാണാൻ രസമുണ്ട്. ഇപ്പം സാംസങ്ങിൻ്റെ S25 എഡ്ജ് ഒക്കെ ഇല്ല, അതിൻ്റെ എക്സാക്റ്റ് ഒരു ക്യാമറ മൊഡ്യൂളും ആ ഒരു ടിപ്പിക്കൽ ഡിസൈനാണ് ഇവർ ഫോളോ ആയിട്ടുള്ളത്. പക്ഷേ കാണുമ്പോൾ ആ ഒരു ഫ്ലാഷിൻ്റെ സൈസ് കുറച്ചും കൂടെ ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അതർവൈസ് നല്ല രസമുണ്ട്. 2 കളേഴ്സായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. വെയിറ്റ് ആണെങ്കിൽ അറൗണ്ട് ഒരു 194 ഗ്രാം വെയിറ്റും വരുന്നുണ്ട്. 7.9 mm ആണ് തിക്നെസ് ആയിട്ട് വരുന്നത്. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോണാണെന്ന് പറയാം. എന്നാൽ അത്ര ലൈറ്റും അല്ല, എന്നാൽ ഓവറായിട്ടുള്ള ഒരു ആവറേജ് ലെവലിൽ വെയിറ്റും തിക്നെസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പ്രൊട്ടക്ഷനാണ് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത്. ഇതിന് 360 ഡിഗ്രി ആർമർ ബോഡി ആയിട്ടാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഡ്യൂറബിളാണ്. പെട്ടെന്നൊക്കെ താഴെ വീണാൽ പോലും അങ്ങനെയൊന്നും പറ്റത്തില്ല. ഓപ്പോ അറിയാമല്ലോ, ഓപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ബെസ്റ്റാണ്. IP65 റേറ്റിങ്ങും ഈ ഒരു ഫോൺ കൊടുത്തിട്ടുമുണ്ട്. ഇറ്റ്സ് ബെറ്റർ. 12,000 രൂപയുടെ ഫോൺ അത്യാവശ്യം നല്ല ഡ്യൂറബിലിറ്റി എന്തായാലും ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ വന്നിട്ട് 6.67 ഇഞ്ച് വരുന്ന HD ആയിട്ടുള്ള IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ഹൈ റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. 1000 nits ആണ് ഹൈ ബ്രൈറ്റ്നസ് ആയിട്ട് വരുന്നത്. സെൻട്രൽ അലൈൻ ആയിട്ടുള്ള പഞ്ച് ആയിട്ട് തന്നെയാണ് സെൽഫി ക്യാമറയും കൊടുത്തിട്ടുള്ളത്. ഡിസ്പ്ലേ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HD ആണ്, ഫുൾ HD വരുന്നില്ല. ആ രീതി നോക്കുമ്പോൾ ഇത് ഭയങ്കര മോശം കേട്ടോ. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ HD ആണ്, ഫുൾ HD ഇല്ല എന്ന് പറയുന്നത് ഭയങ്കര കുറവ് തന്നെയാണ്. മിനിമം HD എങ്കിലും, കാരണം 10,000 രൂപയുടെ ഫോണിലടക്കം ഇപ്പോൾ ഫുൾ HD ഒക്കെ വരുന്ന സമയത്ത് 12,000 രൂപയുടെ ഫോണിൽ HD എന്ന് പറയുമ്പോൾ അയ്യേ എന്നുള്ളൊരു ഫീലാണ്. അതുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയേനെ. അതർവൈസ് അതൊരു പോരായ്മ തന്നെയാണ് ഈ ഒരു ഫോണിൽ. ഇനി ക്യാമറ ആണെങ്കിൽ ക്യാമറയും അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല കേട്ടോ. നോർമലായിട്ടുള്ള 50 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 2 MB ഡെപ്ത് സെൻസർ വരുന്നുണ്ട്. സെൽഫി ക്യാമറ ആണെങ്കിൽ 8 MB സെൽഫി ക്യാമറ വരുന്നുണ്ട്. ഒരു നോർമൽ ഡീസൻ്റ് ആയിട്ടുള്ള സാധാരണ ഒരു ക്യാമറ അത്രയേ ഉള്ളൂ. അതുക്ക് മേലെ വേറെ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. സാധാരണ ഒരു ക്യാമറ വരുന്നുണ്ട്. ഇനി പെർഫോമൻസ് ആണെങ്കിൽ പെർഫോമൻസ് വൈസ് വ്യത്യാസങ്ങളൊന്നുമില്ല. കഴിഞ്ഞ വർഷത്തെ 12Xൽ ഉണ്ടായ സെയിം ചിപ്സെറ്റ് മിഡടെക്കിൻ്റെ ഡിമെൻസിറ്റി 6300 എന്ന ആ ഒരു സെയിം പ്രോസർ തന്നെയാണ് ഇപ്രാവശ്യം കൊടുത്തിട്ടുള്ളത്. LPDDR4X റാമും വരുന്നുണ്ട്. UFS 2.2 സെയിം സ്റ്റോറേജും എല്ലാം സെയിം ആട്ടോ. പെർഫോമൻസ് വൈസ് ഒരു വ്യത്യാസം ഓപ്പോ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു ഡീസൻറ്റ് പെർഫോമൻസും കിട്ടുന്നുണ്ട്. അങ്ങനെ വലിയ മോശമാണെന്നും പറയാനില്ല, ബെസ്റ്റാണെന്നും പറയാനില്ല. ഒരു ഡീസൻറ്റ് പെർഫോമൻസ് മാത്രമാണ് ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. പിന്നെ ഒട്ടുമിക്ക ബേസിക്കായിട്ട് വേണ്ട AI ഫീച്ചേഴ്സ്, അതായത് ഇറൈസർ, മറ്റേ ഫോട്ടോ ഇറൈസർ വരുന്നുണ്ട്, എൻഹാൻസർ വരുന്നുണ്ട്. അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള 2-3 AI ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നീട് ബാറ്ററി ആണെങ്കിൽ 6000 mAh ബാറ്ററിയും വരുന്നുണ്ട്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിനകത്ത് തന്നെ കൊടുത്തിട്ടുമുണ്ട്. ഇതാണ് ഈ ഒരു ഫോണിൻ്റെ സ്പെക്ക്. 12,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസിന് ഇത് വേർത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇതൊരു വാല്യൂ ഫോർ മണി ഫോൺ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര വലുതൊന്നുമല്ല കേട്ടോ. കുറച്ചും കൂടെ പ്രൈസ് അധികം കൊടുത്താൽ ഇതിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ള നല്ല ഫോൺ കിട്ടും. നല്ല ഡിസ്പ്ലേയും നല്ല പെർഫോമൻസൊക്കെ ഉള്ള, നല്ല അത്യാവശ്യം നല്ല ക്യാമറ ഒക്കെ ഉള്ള കുറച്ചും കൂടെ ബെറ്റർ ഫോൺസ് നിങ്ങൾക്ക് ഒരു 2,000 രൂപയോ 3,000 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതെടുക്കുന്നില്ല കുറച്ചും കൂടെ ബെറ്റർ. എല്ലാത്തിനും നിങ്ങൾക്ക് 12,000 രൂപയാണ് നിങ്ങളുടെ പ്രൈസ് പോയിൻ്റ്, ആ റേഞ്ചിൽ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഫോണാണ്. എന്തുകൊണ്ടും അത്യാവശ്യം നല്ല ഡ്യൂറബിലിറ്റി വരുന്നുണ്ട്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്, ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറയാണ്, ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്, നല്ലൊരു ബാറ്ററി കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഫോൺ. ഓപ്പോ ബാക്കിയുള്ള ഫോണൊക്കെ ആയിട്ട് നോക്കുമ്പോൾ ഓപ്പോയിൽ ഈ K സീരീസിൽ ഇറങ്ങുന്ന ഫോണൊക്കെ അത്യാവശ്യം നല്ലൊരു വേർത്തായിട്ടുള്ള മോഡലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇതും നല്ലൊരു വേർത്തായിട്ടുള്ള മോഡലാണ് കേട്ടോ. വലിയ കുഴപ്പമൊന്നും പറയാനില്ല, എന്നാലും അത്ര നല്ലതായിട്ട് ഗംഭീരം എന്നൊന്നും പറയാനില്ല. ഒരു നോർമൽ വാല്യൂ ഫോർ മണി ഫോൺ അത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായിട്ടായ കമൻറ്റായി ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോസ് ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫണ്ട്. പിന്നെ സൈനിങ് ഓഫ്. ബൈ.